CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട CC മുകുന്ദൻ MLAക്ക് പാർട്ടി ചെയ്തു കൊടുത്ത സഹായങ്ങൾ വിളിച്ചു പറഞ്ഞ് CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി. 22ാമത്തെ വയസ്സിൽ CC മുകുന്ദന് അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിൽ ജോലി നൽകിയതും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പലവട്ടം മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതു മുതൽ ലോൺ കുടിശ്ശിക പാർട്ടി അടച്ചു തീർത്തതും ഏറ്റവും ഒടുവിൽ വീട് ജപ്തി ചെയ്യുന്ന ഘട്ടത്തിൽ പാർട്ടി ഇടപെട്ടതുമെല്ലാം പുറത്താക്കിയ സമയത്ത് പത്രക്കുറിപ്പിലൂടെ നാട്ടുകാരെ അറിയിച്ചിരിക്കുകയാണ് CPI. മുകുന്ദന്റെ ഭാര്യയ്ക്ക് ജനപ്രതിനിധിയാകാൻ അവസരം നൽകിയതുവരെയുണ്ട് കുറിപ്പിൽ. ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിൽ CC മുകുന്ദന് 60,000 രൂപയായിരുന്നു ശമ്പളം. അതിന്റെ പെൻഷൻ പ്രതിമാസം 16,000 രൂപയോളം ലഭിക്കുന്നുണ്ട്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2 തവണ അംഗമായും ഒരിക്കൽ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കാൻ അവസരം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിപ്പിച്ചു. നാട്ടിക MLA ആക്കി. ഭാര്യയെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റുമാക്കി. പാർട്ടി മണ്ഡലം സെക്രട്ടറിയായും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റായും അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിക്കാൻ മുകുന്ദൻ അവസരം നൽകി. വീഴ്ചയിൽ പരിക്ക് പറ്റി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റേത് ഓടിറ്റ വീടാണെന്നും ജപ്തി നടപടി നേരിടുന്നുവെന്നുമുള്ള വാർത്ത വന്നപ്പോൾ വീട് നിർമ്മിച്ചു നൽകാൻ പാർട്ടി മുന്നോട്ട് വന്നു. ഇതിനായി MLAയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംയുക്തമായി ഒരു അക്കൗണ്ട് തുടങ്ങണമെന്ന പാർട്ടി നിർദ്ദേശം അദ്ദേഹം അംഗീകരിച്ചില്ല. സ്വന്തം പേരിൽ മാത്രമായി അക്കൗണ്ട് തുടങ്ങണമെന്നായിരുന്നു ആവശ്യം. അത് പാർട്ടി അംഗീകരിച്ചില്ല. ഇതോടെ വീട് നിർമ്മിച്ചു തരാമെന്ന പാർട്ടിയുടെ തീരുമാനം മുകുന്ദൻ നിരസിക്കുകയായിരുന്നു. വീടും സ്ഥലവുമില്ലാത്ത നിരവധി പാവപ്പെട്ട സഖാക്കൾ ഉണ്ടായിരുന്നിട്ടും MLA എന്ന നിലയിലുള്ള ശമ്പളവും അലവൻസും വീട് പണിയാൻ പലിശരഹിത വായ്പയ്ക്കുള്ള അവകാശവും ഉണ്ടായിരുന്നിട്ടുകൂടി CC മുകുന്ദന് വീട് നൽകാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. അത് നിഷേധിച്ച് അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കെതിരെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവന നടത്തിയത് കാപട്യമാണ്. കഴിഞ്ഞ 5 വർഷം MLA എന്ന നിലയിൽ CC മുകുന്ദന്റെ പ്രവർത്തനങ്ങൾ പാർട്ടി മണ്ഡലം കമ്മിറ്റികൾ വിലയിരുത്തിയും പാർട്ടി ജില്ലാ കൗൺസിലിലും ജില്ലാ എക്സിക്യൂട്ടീവിലും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പരിശോധിച്ചുമാണ് ഇത്തവണ CC മുകുന്ദൻ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചതെന്നും CPI വിശദീകരിച്ചു.